പാകിസ്ഥാന് താക്കീതുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സർ ക്രീക്കിൽ പാക് സൈന്യം അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നു. സാഹസത്തിന് പാകിസ്ഥാൻ മുതിർന്ന ശക്തമായ മറുപടി നൽകും. സർ ക്രീക്ക് വഴി കറാച്ചിയിലേക്ക് പോകാമെന്ന് പാകിസ്ഥാൻ ഓർക്കണമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. साथियों, आजादी के 78 साल बीत जाने के बावजूद सरक्रीक इलाके में सीमा को लेकर एक विवाद खड़ा किया जाता है। भारत ने कई बार बातचीत के रास्ते इसका समाधान करने का प्रयास किया है, मगर पाकिस्तान की नीयत में खोट है, उसकी नीयत साफ नहीं है। जिस तरह से हाल में पाकिस्तान की फौज ने सरक्रीक के सटे इलाकों में अपना मिलिट्री इंफ्रास्ट्रक्चर बढ़ाया है, वह उसकी नीयत बताता है। साथियों, भारत की सीमाओं की रक्षा भारतीय सेनाएं और बॉर्डर सिक्योरिटी फोर्स मिलकर मुस्तैदी से कर रही हैं। अगर सरक्रीक इलाके में पाकिस्तान की ओर से कोई भी हिमाकत की गई तो उसे ऐसा करारा जवाब मिलेगा कि इतिहास और भूगोल दोनों बदल जाएंगे मेरे साथियों। और 1965 की जंग में भारत की सेना ने लाहौर तक पहुंचने का सामर्थ्य भी दिखाया। വീണ്ടും നന്ദഗോപൻ ശക്തമായ താക്കീതാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. എന്തൊക്കെ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്? വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, സർക്രീക്ക് ഇത് ഗുജറാത്ത് അതിർത്തിയിൽ പാകിസ്ഥാനുമായി ചേർന്ന് ഉള്ള അതിർത്തിയിൽ ഏതാണ്ട് 96 കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ചതുപ്പ് നിലമാണ്. കഴിഞ്ഞ 78 വർഷമായി ഈ ഭൂപ്രദേശത്തിന് വേണ്ടി ഭാരതവും പാകിസ്ഥാനുമായി തർക്കം നിലനിൽക്കുന്നു. ഇതിനുവേണ്ടിയുള്ള ഒരു ഒത്തുതീർപ്പ് ശ്രമം പലതവണ ഭാരതം നടത്തിയിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും പാകിസ്ഥാൻ അതിൽ നിന്നും പൂർണ്ണമായും ഒഴിഞ്ഞു മാറി ആക്രമണങ്ങളിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ് രാജ്നാഥ് സിംഗ് പ്രധാനമായും ഗുജറാത്തിൽ നടന്ന ചടങ്ങിൽ ചൂണ്ടിക്കാണിച്ചത്. അതേസമയം തന്നെ ഈ സർക്രീക്ക് ഇപ്പോൾ സൈനിക വിന്യാസം പാകിസ്ഥാൻ കൂടുതലായി വർദ്ധിപ്പിച്ചു. ഇത്തരം സൈനിക വിന്യാസം അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യം അല്ലെങ്കിൽ അടിസ്ഥാന വികസനമൊക്കെ തന്നെ നടത്തുമ്പോൾ അത് ഭാരതത്തിലേക്ക് കടന്നു കയറുവാൻ അല്ലെങ്കിൽ ഭാരതത്തെ ആക്രമിക്കുവാനുള്ള വഴിയായി കാണുകയാണെങ്കിൽ അത് തെറ്റിപ്പോയി എന്നുള്ള സന്ദേശമാണ് പ്രധാനമായും രാജ്നാഥ് സിംഗ് നൽകുന്നത്. സർക്രീക്ക് വഴി 1965 ഭാരതത്തിൻ്റെ സൈന്യം കറാച്ചിയിൽ എത്തിയിട്ടുണ്ട്. 2025 ഭാരതത്തിൻ്റെ സൈന്യത്തിന് സർക്രീക്ക് വഴി കറാച്ചിയിലെത്തുക എന്നുള്ളത് വളരെ നിഷ്പ്രഭമായി അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ് രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകുന്നത്. പാകിസ്ഥാന് ശക്തമായ താക്കീത് തന്നെയാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ് നൽകിയിട്ടുള്ളത്. ഈ സൈനിക വിന്യാസം വർദ്ധിപ്പിച്ച് സാഹസത്തിന് മുതിരുകയാണെങ്കിൽ ഭാരതം ശക്തമായി തിരിച്ചടിക്കുമെന്നുള്ള കാര്യവും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച വിവരങ്ങളും ചില സൂചനകളും നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ ഭാരത സൈന്യത്തിന് വളരെ അനായാസേന വിജയം അല്ലെങ്കിൽ അനായാസേന വിജയം നേടാൻ സാധിച്ചു എന്നുള്ളതാണ് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയത്. അതേസമയം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം, തീവ്രവാദ മുഖം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കാൻ ഭാരതത്തിന്റെ സൈന്യത്തിന് സാധിച്ചു എന്നുള്ളതും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുകയുണ്ടായി. ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാരതത്തിന്റെ സൈനിക ശേഷിയെ വെല്ലുവിളിക്കുവാൻ ഒരു തരത്തിലും പാക് സൈന്യത്തിനോ അല്ലെങ്കിൽ പാക് പ്രതിരോധ ശേഷിക്കോ സാധിച്ചില്ല എന്നുള്ളതും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുകയുണ്ടായി. നമ്പ്യാർ. പാകിസ്ഥാന് താക്കീതുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സർക്രീക്കിൽ പാക് സൈന്യം അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നു. സാഹസത്തിന് പാകിസ്ഥാന് മുതിർന്നാൽ ശക്തമായ മറുപടി നൽകും. സർക്രീക്ക് വഴി കറാച്ചിയിലേക്ക് പോകാമെന്ന് പാകിസ്ഥാൻ ഓർക്കണമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്തെത്തി. ബംഗളൂരുവിൽ നിന്നാണ് ഇദ്ദേഹം തലസ്ഥാനത്തുള്ള കാരേറ്റ് വീട്ടിൽ ഉച്ചയോടെ എത്തിയത്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ ഒന്നും പറയാനില്ലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ജനം ടിവിയോട് വ്യക്തമാക്കി.